സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടൊമാറ്റോ എഗ് ബുൾസൈ ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 2 വലിയ സവാള മുറിച്ച് വെച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 കഷ്ണം ഇഞ്ചിയും 8 വെളുത്തുള്ളിയും ചതക്കി വെച്ചത്, 1 തക്കാളി മുറിച്ച് വെച്ചത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. 3 മുട്ടയും വേണം. പാൻ വെച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടാവുമ്പോൾ 1 കഷ്ണം ഇഞ്ചിയും 5-8 വെളുത്തുള്ളിയും ചതക്കിയത് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മുഴുവനായി മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. സവാള ഇങ്ങനെ നീളത്തിലാണ് മുറിക്കേണ്ടത്, വളരെ ചെറുതായി മുറിക്കരുത്. ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പും മുളക് പൊടിയും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. ചിലർക്ക് എരിവ് വളരെ കുറച്ചേ പാടുകയുള്ളൂ, ചിലർക്ക് നല്ല എരിവും വേണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിന് അധികം ഓയിൽ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം ഒന്ന് നല്ലതുപോലെ ആയി വരണം. തിരക്കുള്ള സമയങ്ങളിൽ കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കഴിക്കാം. ഇത് ആരോഗ്യത്തിനും ദോഷമില്ലാത്ത ഒരു റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി സവാള നല്ലതുപോലെ ആയി വന്നാൽ അതിൽ 3 കുഴി ഉണ്ടാക്കുക. ഇങ്ങനെ എല്ലാ വശത്തേക്കും മാറ്റി വെച്ച് ഒരു കുഴി പോലെ ആക്കി ഇതിൻ്റെ നടുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട പുഴുങ്ങണമെന്നോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എല്ലാ മുട്ടയും പൊട്ടിച്ച് വയ്ക്കാം. പൊട്ടാതെ ഒഴിച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി പൊട്ടിച്ചൊഴിച്ച മുട്ടയുടെ മുകളിൽ അല്പം കുരുമുളക് പൊടി വിതറി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അധികമാവാതെ നോക്കണം.
ഇത് ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിലേ വെക്കാവൂ, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് മൂടി വെക്കാം. ഉള്ളിലുള്ള ചൂടിൽ മുട്ട വെന്ത് കിട്ടണം. ഇതിന് അധികം മസാലയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാനും ഒരു സൗകര്യമാണ്. ഇനി ഒന്ന് തുറന്നു നോക്കാം. ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി മൂടി വയ്ക്കാം. ഇത് ഭക്ഷണമുണ്ടാക്കാൻ മടിയുള്ളവർക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ കഴിയും. ബ്രെഡ് കൈവശമുണ്ടെങ്കിൽ ഈ മസാല ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ വളരെയധികം നല്ല സ്വാദാണ്. ഇടയ്ക്കിടെ വെന്തോ എന്ന് തുറന്നു നോക്കണം. ഇത് ശരിക്കുമായിട്ടില്ല, അതുകൊണ്ട് ഒന്നുകൂടി മൂടി വെക്കണം. എഗ്ഗ് അധികം ആവണ്ട എന്ന് തോന്നുന്നവർക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എഗ്ഗ് കരിഞ്ഞു പോകണ്ട എന്ന് കരുതിയാണ്. ആയിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം എന്ന് കരുതി ഇടയ്ക്കിടെ തുറന്നു നോക്കുന്നത്. ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇത് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ അല്പം മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇത് ഇങ്ങനെ മുറിച്ച് നീക്കിയെടുക്കാവുന്നതാണ്. ഒന്ന് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.